നമസ്കാരം, നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിതയുടെ പേര് വെളുത്തിയ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതിന് പോലീസ് കേസെടുത്തേക്കും. അതിജീവിത മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലാണ് നടപടി. ഇന്നലെ അതിജീവിത മുഖ്യമന്ത്രിയെ ക്ലിഫ് ഹൗസിൽ കണ്ടിരുന്നു. കേസിൽ ശിക്ഷിക്കപ്പെട്ട മാർട്ടിൻ ആന്റണിയാണ് വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. 1 മണിക്കൂറോളം നീണ്ട കൂടിക്കാഴ്ചയിൽ സമൂഹ മാധ്യമങ്ങളിൽ നേരിടുന്ന ആക്ഷേപത്തെക്കുറിച്ചും അതിജീവിത പരാതി പറഞ്ഞിരുന്നു. വീഡിയോ പ്രചരിപ്പിക്കുന്നതിൽ നടപടി വേണം എന്നായിരുന്നു അവരുടെ ആവശ്യം. ദിലീപിന് കേസിൽ പങ്കില്ലെന്നാണ് മാർട്ടിൻ വീഡിയോയിൽ പറയുന്നത്. നടിയെ ആക്രമിച്ച കേസിൽ മാർട്ടിൻ 20 വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ടിരുന്നു. മാർട്ടിൻ ജാമ്യത്തിലിറങ്ങിയപ്പോൾ പുറത്തിറങ്ങിയ വീഡിയോ ആണ് കേസിലെ വിധിക്കുശേഷം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നത്. കോടതി തള്ളിയ വാദങ്ങളാണ് വീഡിയോയിലുള്ളത്. മാർട്ടിനെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി 20 വർഷം കഠിന തടവിനാണ് കോടതി ശിക്ഷിച്ചിരിക്കുന്നത്. പിന്നാലെയാണ് പഴയ വീഡിയോ വീണ്ടും പ്രചരിപ്പിക്കുന്നത്. വീഡിയോ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കേസെടുത്ത് അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങാനാണ് പോലീസ് നീക്കം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.